വീട്ടിൽ കയറി വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തേജസുമായുള്ള ബന്ധത്തിൽ നിന്നും ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും തേജസും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ സമ്മതിച്ചിരുന്നു. പിന്നീട് യുവതി തേജസുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി. എന്നാൽ ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി. ഇതേ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചോ എന്ന സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ 160 ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. ചവറ പരിമണം സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. കാറിൽ പർദ്ദ ധരിച്ചെത്തിയ തേജസ് ഫെബിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണം തടയാനെത്തിയ ഫെബിന്റെ പിതാവ് ജോർജ് ഗോമസിനും പരിക്കേറ്റു. തേജസ് കയ്യിൽ പെട്രോളും കരുതിയിരുന്നു. ഇത് ഗോമസിന് മേലൊഴിച്ചു. കുത്തേറ്റ് ഫെബിൻ പ്രാണരക്ഷാർത്ഥം വീടിന് പുറത്തേക്ക് ഓടി റോഡിൽ വീഴുകയായിരുന്നു. ഇതിന് സമീപത്ത് നിന്നും ഫെബിനെ കുത്തിയ കത്ത് ലഭിച്ചിട്ടുണ്ട്. കുത്തിയ ശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചെമ്മാമുക്കിൽ റെയിൽവേ പാളത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു.